ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോട് CH ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള AG റോഡിലാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ്. നമ്മൾ കുറേ ഫുഡ് ബ്ലോഗ്സ് ഒക്കെ കണ്ടു, എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വെറൈറ്റീസ് ഒക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ്. അവിടെ എന്തൊക്കെ വെറൈറ്റീസ് ആണുള്ളത്, എങ്ങനെയാണ് അവരിത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ബോർഡ് കണ്ടില്ലേ, ഷാപ്പിലെ രുചി. ഈ ബോർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്, നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്നൊക്കെ. അപ്പോൾ ഇതിന് മുന്നേ ഷാപ്പിൽ പോയി അവിടുത്തെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ടുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യുക. നല്ല തിരക്കുണ്ടാകും. ഏത് ദിവസമായിരിക്കും ഇന്ന ദിവസം കൂടുതൽ തിരക്ക്, അങ്ങനെയൊക്കെ ഉണ്ടാവും? തിങ്കളാഴ്ചകളിലാണ് തിരക്ക്. ഇവിടെ എങ്ങനെയാ, രാവിലെ എത്ര മണിക്കാണ് നമ്മൾ ഷോപ്പ് തുറക്കുന്നത്? 9 മണിയാകുമ്പോഴത്തേനും ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാത്രി എത്ര മണി വരെ ആയിരിക്കും ഉണ്ടാവുക? 9 മണി. അപ്പോൾ 9 to 9 ആണ് നമുക്ക് ഇവിടെ ഷോപ്പ് ഉള്ളത്. നമുക്ക് കിച്ചണിലേക്ക് കയറി നോക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ? ഇവിടെ എത്ര സ്റ്റാഫാണ് നമുക്കുള്ളത്? ഇവിടെ ഇതിനകത്ത് 8 പേരുണ്ട്. ഇവിടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് തന്നെ 8 പേരുണ്ട്. ഓക്കെ. അപ്പൊ ഇവരാണോ നമ്മുടെ മെയിൻ കുക്ക്? മെയിൻ കുക്ക് വന്ന് ഒരാള്. ചേട്ടന്റെ പേരെന്താ? കണ്ണൻ. ഓക്കെ, കണ്ണൻ എന്നാണ് ചേട്ടന്റെ പേര്. ജയാനന്ദൻ. ഓക്കെ. രണ്ടുപേരും കോഴിക്കോടുകാർ തന്നെയാണോ? തൃശ്ശൂര്, കോഴിക്കോട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഏതിന്റെയാ? മൊയലിന്റെ ആണ്. അപ്പൊ മൊയലാണ് അടുപ്പത്ത് കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ താറാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ ഒരു മെയിൻ ഡിഷാണ് താറാവ്. അപ്പൊ നമ്മൾ താറാവ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് സ്ഥലത്തുള്ള താറാവ് കറി, താറാവ് റോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാലിങ്കൽ ഷാപ്പ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ താറാവ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പത്ത് ഇങ്ങനെ വലിയൊരു ഉരുളി വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേട്ടൻ ഒഴിച്ചിട്ടുണ്ട്. കുറെ കാലമായോ ചേട്ടൻ കുക്കിംഗ് തുടങ്ങിയിട്ട്? ഇതിനു മുന്നേ എവിടെയായിരുന്നു? അതെവിടെ, ഏത് ജില്ലയാ? തൃശ്ശൂർ തന്നെ. ചേട്ടൻ തൃശ്ശൂരുകാരനായതുകൊണ്ട് തൃശ്ശൂരായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ കോഴിക്കോട്ടേക്ക് വരാനുള്ള കാരണം എന്നാ? അല്ല, ഒരു ചേഞ്ചിന് വേണ്ടി വന്നതാണ്. ആരും ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഈ താറാവ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം? താറാവ് നമ്മൾ ആദ്യം സവോള ഒന്ന് വാട്ടിയെടുക്കുക. സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ സവോള വാട്ടിയെടുക്കാം. എണ്ണ ചൂടായപ്പോൾ നമ്മൾ സവോള ഇട്ട്, അപ്പോൾ സവാളയും തക്കാളിയും കൂടെ നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാ കണക്കൊക്കെ ഉണ്ടോ? അത് ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് അങ്ങോട്ട് ഇടുവാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഭയങ്കര സ്പീഡിൽ ചേട്ടൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടു. അപ്പുറത്ത് നമ്മുടെ ബീഫ് ലിവർ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് വറ്റി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ഈ കുക്കിങ്ങിലേക്ക് വന്ന എങ്ങനെയാ? ഭയങ്കര ഇഷ്ടപ്പെട്ട് വന്നതാണോ? പണ്ട് തൊട്ടേ കുക്കിംഗ് പഠിച്ചിട്ടൊന്നുമില്ല. വീട്ടിലൊക്കെ ചെറുപ്പത്തിലേക്ക് ഉണ്ടാക്കി തുടങ്ങിയതാണ്. അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടായിരുന്നു? അച്ഛൻ നല്ലോണം പാചകം ചെയ്യുമായിരുന്നു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് വാട്ടിക്കൊണ്ടിരുന്നു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മാത്രമുള്ളതിൽ താറാവ് വേവിച്ചപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്നാലും കുറച്ചുകൂടെ നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്നുണ്ടാക്കുന്നു.
തക്കാളി ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വാടി വരുന്നുണ്ട്. മല്ലിപ്പൊടി ഇടുന്നു. ഇതൊക്കെ ആവശ്യാനുസരണം ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പം നമ്മൾ എത്ര താറാവിനെ ഉണ്ടാക്കുന്നത്? ഒരു താറാവേ ഉള്ളൂ. ഒരു താറാവിന് നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ അളവ് നോക്കിയിടണം കേട്ടോ. മല്ലിപ്പൊടിയിൽ കുത്ത് വന്നു പോകണം. ഒരേറെ തരട്ടെ. താറാവിന് നമ്മൾ തട്ടിയിട്ടുണ്ട്. വേവിച്ച് വെച്ച താറാവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മസാല കൂട്ട്, നമ്മൾ മസാല കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? കുരുമുളക്, കാന്താരി, പിന്നെ മല്ലിയില. അതിൻ്റെ ആ ഗ്രേവി നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒഴിക്കുമ്പോഴാണോ നമുക്ക് ഈ കളർ വരുന്നത് താറാവിന്? അപ്പോൾ നമ്മുടെ താറാവ് കറിയുടെ കളറിൻ്റെ സൂത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം ചെയ്തത്, ആദ്യം നമ്മുടെ ഉരുളി ചൂടായപ്പോൾ അതിനകത്ത് എണ്ണ ഒഴിച്ചു. അതിൽ തക്കാളി, ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചതിട്ടു, ഉപ്പിട്ടു. അത് നമ്മൾ വാടി തുടങ്ങിയപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ നമ്മുടെ താറാവ് ഇട്ടു. നമ്മൾ വേവിച്ച് വെച്ച താറാവ് ഇട്ടു. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രേവി, നമ്മുടെ കുരുമുളക്, കാന്താരിമുളക്, മല്ലിയില വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രേവിയും കൂടി ഒഴിച്ച് ഇപ്പോൾ ഏകദേശം ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് എത്ര നേരം എടുക്കും? കറി റെഡിയായി. നമ്മുടെ കണ്ണൻ ചേട്ടൻ ഇവിടെ വളരെ എളുപ്പത്തിൽ ടപ്പേന്ന് നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. താറാവ് വേവിച്ചിട്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ താറാവ് വേവിക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? 10 മിനിറ്റ് വേണ്ട. 10 മിനിറ്റിന്റെ അടുത്ത് മതി. ഓക്കെ, എങ്ങനെയാ കുക്കറിലിട്ടിട്ട്? കുക്കറിലിട്ട് 4 വിസിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ താറാവ് സെറ്റായി കിട്ടും. കഷ്ണം എരിവുണ്ടാവും. ഷാപ്പിലെ കറിയല്ലേ. പിന്നെ അത് കുഴപ്പമില്ലാത്ത തരില്ലേ. ചൂനിയ മുളകും അതുപോലെ കുരുമുളകല്ല ശരീരത്തിന് നല്ലതാണ്. കാന്താരിമുളകും കുരുമുളകും ആയതുകൊണ്ട് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരോഗ്യത്തിന് നല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഉപ്പ്, മുളക്, എരിവ് എല്ലാം കറക്റ്റാണ്, സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണേലും എനിക്ക് എരിവ് കുറച്ച് ബുദ്ധിമുട്ടായതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഫുൾ പക്കയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഓക്കെ, നമ്മളൊരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജീവനോടെയുള്ള പെട്ടക്കണ ഞണ്ടിനെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇനി റോസ്റ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എത്ര പേർക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാം? അറിയാത്ത പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എങ്ങനെയാണ് ഫ്രഷ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഞണ്ടിനെ ഇവിടെ റെഡിയാക്കി പുഴുങ്ങിയെടുക്കാനായിട്ട്, അതായത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ ഞണ്ടിനെ പൊളിച്ചെടുക്കുന്നത്? അതായത് ഈ തൊണ്ട് പൊളിക്കുകയാണോ? എങ്ങനെയാ ഞണ്ട് റെഡിയാക്കുന്നത്? നമ്മളതിൻ്റെ തൊണ്ട് പൊളിച്ചിട്ട് വേവിക്കുകയാണ്. തൊണ്ട് വെറുതെ പൊളിച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ തൊണ്ട് പിന്നെ യൂസ് ചെയ്യുമോ? തൊണ്ട് നമ്മൾ ഒരു ഭംഗിക്ക് മുകളിൽ വയ്ക്കും. ഓക്കെ, ഒരു രസത്തിന് വേണ്ടിയിട്ട് മേലെ വെക്കും. ഇത് വെന്ത് വരാനായിട്ട് എത്ര ടൈം എടുക്കും? 10 മിനിറ്റിൻ്റെ അടുത്ത്. 10 മിനിറ്റ് സമയം വേണം നമ്മുടെ ഞണ്ടൊന്ന് റെഡിയായി വരാൻ. ഇടയ്ക്കുന്ന ഞണ്ടിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേവുന്നതിനനുസരിച്ച് കളറ് മാറുന്നുണ്ട്. ചുമന്ന കളർ, ഒരു ഓറഞ്ച് റെഡിഷ് ഷെയ്ഡായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഞണ്ട്. ഇത് നല്ലോണം കളർ മാറി കഴിയുമ്പോഴാണോ മനസ്സിലാവുക വെന്തൂന്ന്? എങ്ങനെ അറിയാൻ പറ്റും? ആവാറായിട്ടുണ്ട്. അത് ചേട്ടന് അറിയുന്നതുകൊണ്ട് മനസ്സിലാവും. സ്മെല്ല് വരും. നമ്മുടെ ഞണ്ടിൻ്റെ തൊണ്ടൊക്കെ കണ്ട് നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. ഇപ്പോൾ തിളക്കിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം വെന്ത് റെഡിയായതാണ്. അപ്പം നമ്മുടെ ഞണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി മസാല കൂട്ടുകളെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഞണ്ടിനെ വേവിച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അല്ലേ. നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചത്, പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. ഇവിടെ എന്തോ ഒരു മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതെന്തോ സ്പെഷ്യൽ മസാലയാണ് ഞണ്ടിന് വേണ്ടി അടിച്ചു വെക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? അതിൽ നമ്മൾ തക്കാളി, സബോള നന്നായി വരട്ടിയെടുക്കുക. അതിൽ മല്ലിപ്പൊടി,
മഞ്ഞപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായി വരട്ടിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് അടിച്ചൊഴിച്ച് കാഷ്നട്ട് അടിച്ചൊഴിക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി വരട്ടി വന്നതിന് ശേഷം നാളികേരപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുത്ത് വെച്ച് റെഡിയാക്കിയിരിക്കുന്ന മസാലക്കൂട്ടാണ് ഇതിനകത്തുള്ളത്. അതാണ് തോന്നുന്നത് നമ്മുടെ ഞണ്ട് ഫ്രൈയിലേക്കുള്ള മെയിൻ. ആദ്യം ഇപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ മസാലയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുന്നത് അല്ലേ. മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ടോ? എരിവിന് വേണ്ടി എന്താ? മുളക് പൊടിയുണ്ട്. മുളക് പൊടിയാണ്. കുരുമുളക് കാന്താരി മുളകൊന്നും ഇല്ല ഇതിനകത്ത്? ഇല്ല, ഇത് മുളക് പൊടിയാണ്. അതുകൊണ്ട് അതിന് ചുമന്ന കളറുണ്ട്. നമ്മുടെ മിക്സ് റെഡിയായപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഞണ്ടിടുന്നുണ്ട്. ഇത്രയേ ഉള്ളോ? കഴിഞ്ഞോ? റെഡിയാവോ? ഇവിടെ ചേട്ടൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു. ഓരോ ഡിഷസ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് റെഡി ആവുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഞണ്ടിൻ്റെ തൊണ്ടിലേക്കും ഒക്കെ ഫുള്ള് നമ്മുടെ ആ പേസ്റ്റ് ഫുള്ള് കവർ ചെയ്ത് എടുക്കുകയാണ്. ഈ മസാല പിടിക്കുന്നവരെ ഇനി എന്തെങ്കിലും വേവിക്കുകയല്ല, ഇങ്ങനെ അടുപ്പത്ത് വെക്കുമോ? മസാല ഒന്ന് സെറ്റായി എടുക്കുന്നത് വരെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുക. ചേട്ടൻ എങ്ങനെയാണ്? മുളകാണോ മധുരമാണോ പുളിയാണോ? ഏത് ഫ്ലേവറാണ് ഇഷ്ടം? മധുരമാണ് ഇഷ്ടം. നമ്മുടെ ഞണ്ട് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മസാലയൊക്കെ സെറ്റായി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്താൽ മതി. പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേട്ടനത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതൊക്കെ ആ ഞണ്ടിൻ്റെ തൊണ്ടൊന്നും ചാടിപ്പോവാതെ വളരെ സേഫായിട്ട് ചേട്ടൻ അതിനെ പാത്രത്തിലേക്ക് മാറ്റി. റെഡിയായ നമ്മുടെ ഞണ്ട് റോസ്റ്റ് കണ്ണേട്ടൻ എനിക്ക് കൈമാറുകയാണ്. ഇനി മോൾ എന്താന്ന് വെച്ചാൽ ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ എങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി തരാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞെന്ന് ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്കൊക്കെ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് ഞണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാനിതുവരെ യൂട്യൂബിൽ പോലും ഒരു വീഡിയോ പോലും നോക്കിയിട്ടില്ല. ഇത്ര ലൈവായിട്ട് ഇത്ര സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു അടിപൊളി കുക്കാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡിലാണ് എല്ലാം ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഞണ്ട് റോസ്റ്റ് അടക്കം നമ്മൾ ഈ ഷാപ്പിൽ ഒരുപാട് വെറൈറ്റീസ് കണ്ടു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ടേസ്റ്റിംഗ് സെഷനിലേക്കാണ്. ഇവിടെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫുഡ്സ് ആണുള്ളത്, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ, ഇവരെങ്ങനെയാണത് സെർവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മെയിനായിട്ട് ഇവരിവിടെ നമ്മളോട് ഇന്ന് പറഞ്ഞിട്ടുള്ളത് സൺഡേ ആയതുകൊണ്ട് ഊണില്ല, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഊണുണ്ടാവും. അതേപോലെ മെയിനായിട്ടുള്ള വിഭവങ്ങൾ ഇപ്പോൾ കഴിക്കാനാണെങ്കിൽ കപ്പ, പൊറോട്ട, വെള്ളപ്പം, പുട്ട്, ഇതാണ് ഇവരിവിടെ മെയിനായിട്ട് സെർവ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇവരുടെ മെനു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇവർക്ക് ഇവിടെയുള്ള ഡിഷസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് വരട്ടിയതുണ്ട്, ബീഫ് ലിവർ, താറാവ് വരട്ടിയത്, താറാവ് റോസ്റ്റ്, ചിക്കൻ വരട്ടിയത്, പോർക്ക് ചില്ലി, പോത്ത് ചില്ലി, ചിന്നമുട്ട, മുയൽ റോസ്റ്റ്, പോർക്ക് ഫ്രൈ, തലക്കറി, ചിക്കൻ കാന്താരി, കൂന്തൽ റോസ്റ്റ്, കരിമീൻ ഫ്രൈ, എരുന്തു ഫ്രൈ, ഐക്കൂറക്കറി, മുരു വരട്ടിയത്, മഡ് ക്രാബ്, ചെമ്മീൻ ഫ്രൈ, കടുക്ക ഫ്രൈ, വെള്ളപ്പം, കപ്പ, പുട്ട്, പൊറോട്ട, ഇതൊക്കെയാണ് ഇവരിവിടെ മെയിനായിട്ട് സെർവ് ചെയ്യുന്നത്. താറാവ് റോസ്റ്റും ക്രാബും, നമ്മുടെ താറാവ് റോസ്റ്റും മഡ് ക്രാബ് റോസ്റ്റും ഇവിടെ റെഡിയായി നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. താറാവിൻ്റെയും ഞണ്ടിൻ്റെയും കൂടെ ഇവിടുത്തെ അടുത്ത മെയിൻ സാധനങ്ങളും കൂടെ നമുക്ക് ഇവർ സെർവ് ചെയ്ത് തരുന്നുണ്ട്. ചിന്നമുട്ട, ചിക്കൻ കാന്താരി, റാബിറ്റ്, മുയൽ, ബീഫ് റോസ്റ്റ്, ബീഫ് ലിവർ, ബോട്ടിക്കറി, പോർക്ക്, എരുന്ത്, oyster, മുരു, കൂന്തൽ, തലക്കറി, ഐക്കോറിൻ്റെ.
മൂന്നാലിങ്കൽ ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ സെറ്റ് ആവുന്ന കുറച്ച് ഡിഷസാണ് ഇവിടെ നമ്മുടെ ടേബിളിൽ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് സീ ഫുഡ്സ് കുറേയൊക്കെ അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചെമ്പല്ലി ഫ്രൈ ഉണ്ട്, അതേപോലെ തലക്കറി ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. സ്പോട്ടിൽ ഉണ്ടാക്കി തരുന്നത് കൊണ്ട് തന്നെ ഫ്രഷ് ഫുഡാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. അതിപ്പം കുറേയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇവരെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആവശ്യാനുസരണം ഇവർക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ആവശ്യത്തിന് മാത്രമാണ് ഇവരുണ്ടാക്കുന്നത്. പഴയ ഫുഡൊന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല. മീനൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഷാപ്പിലെ കറികൾക്കൊക്കെ എന്തുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുതൽ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഇവർ അത്രയും എമൗണ്ട് അല്ലെങ്കിൽ അത്രയും ഫണ്ട് ഇവർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ഫുഡും സെർവ് ചെയ്യുന്നത്. എല്ലാം ഫ്രഷാണ്. അപ്പം മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും എല്ലാം നമുക്ക് ഫ്രഷ് സാധനങ്ങളാണ് ഇവർ ഇവിടെ എല്ലാം സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒറ്റയ്ക്കും ഒക്കെ വന്നിട്ട് നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ച് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ മൂന്നാലിങ്കൽ ഷാപ്പ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇത്രയും വിഭവങ്ങളല്ല, ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കോട് വരുന്നവരാരും കോഴിക്കോട് ബീച്ച് കാണാതെ പോകുന്നുണ്ടാവില്ല. അപ്പോൾ ബീച്ചിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് നന്നായി ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണിത്. നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ CH ബ്രിഡ്ജിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.